മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 19-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഏറ്റുപറയുകയാണ്, കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. 2 കാര്യങ്ങളാണ് സങ്കീർത്തകൻ ഏറ്റുപറയുന്നത്. എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും ദൈവമേ അങ്ങയുടെ മുൻപിൽ സ്വീകാര്യമാകട്ടെ. ഈ 2 കാര്യങ്ങളിലും നമ്മൾ കൃപ നിറഞ്ഞാൽ നമ്മുടെ ജീവിതം അഭിഷേകത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതമായി മാറ്റപ്പെടും. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, കർത്താവേ, ഈ കൃപ ഞങ്ങളിലേക്ക് പകരണമേ. അധരങ്ങളിലെ വാക്കുകളിലും ഹൃദയങ്ങളിലെ വിചാരങ്ങളിലും കർത്താവേ നിന്റെ പരിശുദ്ധി നിറയും. നിന്റെ കൃപ വ്യാപരിക്കുന്ന അഭിഷേക നിറവിലേക്ക് ഞങ്ങൾ ഏവരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവർ, ഇന്ന് ഒരുപാട് ജീവിതങ്ങളിൽ വേദനകളും ദുഃഖ ദുരിതങ്ങളുമാണ്. പലപ്പോഴും ഓരോ ദിവസവും ചില ഫോണുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹൃദയം ഒരുപാട് നൊമ്പരപ്പെടാറുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയിലും കണ്ണുനീരിലുമാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്തു ചെയ്യണം, എങ്ങനെ പോകണം, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എന്തായി തീരുമെന്ന് യാതൊരു വിധത്തിലുള്ള ചിന്തയും പിടികിട്ടാതെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നട്ടം തിരിയുന്ന, ആകുലപ്പെടുന്ന എത്രയെത്രയോ ജീവിതങ്ങൾ, അവരെല്ലാം കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലേക്കും കർത്താവിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെടുന്ന സമയം, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് പകരപ്പെടുന്ന അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ദൈവശക്തിയെ ഏറ്റുവാങ്ങുക. നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മളായിരിക്കുന്ന സമർപ്പിത സമൂഹത്തിലേക്ക് കർത്താവിൽ നിന്ന് പകരപ്പെടുന്ന അഭിഷേക കൃപകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ പകരണമേ, കൃപ പകരണമേ. ഈ ആഗ്രഹത്തോടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ ആത്മാവേ വരണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകണമേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. ദൈവകൃപ ഒഴുകപ്പെടുന്ന സമയം, ദൈവശക്തിയാൽ അനേകം ആയിരങ്ങളെ കർത്താവ് നിറയ്ക്കുന്ന സമയം. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നത്, കർത്താവേ, നിന്റെ അത്ഭുത ശക്തിയാൽ ഞാൻ നിറയപ്പെടട്ടെ, നിന്റെ അത്ഭുത കൃപയാ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാം പൂരിതമാകട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു? ആഗ്രഹമുള്ളവരെല്ലാം ഹൃദയം തുറന്ന് ആനന്ദത്തോടെ കരമടിച്ചൊരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ,
സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ. ആമേൻ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ. ആനന്ദത്താൽ ആത്മാവിൽ നിറഞ്ഞിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ. ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഉയരത്തിലെ കാറ്റ് വീടെ അടിച്ചിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ റൂഹായേ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. പവർ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ കർത്താവേ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. ഈ സാന്നിധ്യം, ഈ അഭിഷേകം, ഈ അഭിഷേകം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭ മുഴുവനിലും കത്തിപ്പടരട്ടെ. കരമുയർത്തി, സ്വരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ തീയേ, ഞങ്ങളിൽ ഇറങ്ങണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, വരിക, 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 വരിക. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരിക. ഞങ്ങളേവരെയും ഏറ്റെടുക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, അഭിഷേകം ചെയ്യുക. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. ഓരോ ആത്മാവിലും, ഓരോ കുടുംബത്തിലും, ഓരോ സമൂഹത്തിലും, ഓരോ ദേശത്തും, രാജ്യത്തും ദൈവശക്തി വ്യാപരിക്കട്ടെ. ദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ തീ കത്തി പടരട്ടെ. ഹോളി സ്പിരിറ്റ്, റൂഹാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവേ, ഓരാത്മാവിനെയും ഉണർത്തണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മ മാതാവേ, സൗസ്യ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ദൈവകൃപയാൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. തപസ് നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിൽ പങ്കുകാരായി കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി സ്വീകരിക്കുവാൻ നമ്മളെല്ലാം ഈ തപസ് കാലത്ത് കൂടുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പ് കാലത്തിൽ ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, നാവുകൊണ്ട് ആരെയും തകർക്കരുത്. നാവുകൊണ്ട് ആരെയും തകർക്കരുത്. ഈ കാലഘട്ടത്തിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന പലയിടങ്ങളിലും അമ്മ സ്വർഗത്തിന്റെ വേദന കണ്ണുനീരോട് അറിയിക്കാറുണ്ട്. സ്വർഗം ഇന്ന് നിലവിളിക്കുകയാണ്, സ്വർഗം നൊമ്പരപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗത്തിന്റെ നൊമ്പരം എന്താണ് നമ്മൾ അറിയിക്കുക. അമ്മ പറയാണ്, ഇന്ന് അനേകം ആത്മാക്കൾ നിത്യനരകത്തിൽ നിബന്ധിക്കുന്നത് ജഡീക പാപങ്ങൾ മൂലവും നാവിൻ്റെ പാപങ്ങൾ മൂലവുമാണ്.
കെയർലെസ് ആയി സംസാരിക്കുന്നത്, പരദൂഷണം, ഏഷണി, ദുഷിപ്പ് വാക്കുകൾ, നിന്ന വചനങ്ങള്, അപവാദങ്ങൾ, അപഖ്യാതികള് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ, അതിൽ പങ്കുപറ്റുമ്പോൾ നാം പലപ്പോഴും അറിയുന്നില്ല സ്വർഗം നഷ്ടപ്പെടുകയാണെന്നുള്ള സത്യം. എൻ്റെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നാവിന്റെ പാപങ്ങളിൽ നാം ശ്രദ്ധയുള്ളവരാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് അനേകം ജീവിതങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാത്തതിന് കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ വലിയ വലിയ മാരക പാപങ്ങളല്ല. നമ്മൾ നിസ്സാരമായി ലാഘവമായി കാണുന്ന ഇത്തരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളാണ് ഇന്ന് അനേകം ജീവിതങ്ങളെ ബന്ധനത്തിലും കണ്ണുനീരിലും ദുഃഖ ദുരിതത്തിലും കഠോരമായ വേദനയിലും ആഴ്ത്തിയിരിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് ഈ നോമ്പുകാലത്ത് നമ്മെ വിശുദ്ധീകരിക്കുവാനും നമ്മൾ ആത്മശോധന ചെയ്ത് സ്വർഗം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ അനുതാപ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഈ ശുശ്രൂഷ വഴി ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാം, കർത്താവേ, അനുതാപം നൽകണമേ, മാനസാന്തരം നൽകണമേ. നാവ് മൂലം ഞാൻ അനേകരെ വേദനിപ്പിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്, നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ, മാപ്പ് ചോദിക്കുന്നു, കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ. കർത്താവിന്റെ സന്നിധിയിൽ യാചിച്ചുകൊണ്ട് തിരുവചനങ്ങൾ കേൾക്കാൻ ഒരുങ്ങാം. ജെറമിയ പ്രവചനം 15-ാം അധ്യായം 19-ാം വചനത്തിൽ പ്രവാചക വചനം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ അരൂപി എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമല്ലേ? ഈ വചനത്തിൽ നമ്മൾ വിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. ഈ വചനം തരുന്ന വെളിപാട് എന്താണ്? ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നീ തിരിച്ചു വന്നാൽ അനുതാപ ഹൃദയത്തോടെ, പാപങ്ങളെ പ്രതിയുള്ള വലിയ വേദനയോടെ, ഹൃദയ തകർച്ചയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു വന്നാൽ കർത്താവ് തരുന്ന ഉറപ്പെന്താണ്? ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കുക, യഥാസ്ഥാനപ്പെടുത്തും. നഷ്ടപ്പെട്ടു പോയ കൃപകൾ വീണ്ടും നമ്മളിൽ ജ്വലിക്കുവാൻ തുടങ്ങും. നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഭൗതികമായ നന്മകളിൽ നമ്മൾ കൂടുതലായി ഉണരുവാൻ തുടങ്ങും. കർത്താവിന്റെ സാന്നിധ്യത്തിന് നിറഞ്ഞൊഴുക്കുണ്ടാകും. പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവത്തിൽ നമ്മൾ ദിനംതോറും വളരുവാൻ തുടങ്ങും. കർത്താവ് തരുന്ന വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളാൽ നമ്മുടെ ജീവിതങ്ങൾ സമ്പന്നമാകും. ദൈവത്തിന്റെ വചനം ഉറപ്പ് തരിക, നീ തിരിച്ചു വന്നാൽ അനുതാപ ഹൃദയത്തോടെ മാനസാന്തര അനുഭവം സ്വീകരിച്ച്, എന്റെ കുഞ്ഞേ, നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൃപകളെ ഞാൻ ചേർത്തു തരും. തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ്, നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് പ്രിയപ്പെട്ടവർ. വിലകെട്ടവ പറയാതെ നീ എന്റെ സന്നിധിയിൽ വ്യാപരിച്ചാൽ നീ എന്റെ നാവായി തീരും. കർത്താവിന്റെ ജനം വിലകെട്ടവ പറയേണ്ടവരല്ല. കർത്താവിന്റെ മുദ്രയുള്ളവരെ, കർത്താവ് വിളിച്ചു തെരഞ്ഞെടുത്ത തന്റെ ആത്മാക്കള്, തന്റെ വിശ്വസ്തരായവര് വിലകെട്ടവ പറയാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ കർത്താവിന്റെ നാവായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മളിത് ചിന്തിച്ചു നോക്കി, എത്ര മാത്രം ഉന്നതമായൊരു പദവിയാണ് കർത്താവിന്റെ നാവായി തീരുവാനുള്ള പദവി. ഈ ലോകത്തിൽ വ്യത്യസ്തങ്ങളായ പദവികളുണ്ട്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മൾ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന എത്ര ഉന്നതമായ പദവി ആയിക്കൊള്ളട്ടെ,
ഈ പദവികളൊന്നും ഈ വചനം വെളിപ്പെടുത്തുന്ന പദവിയോളം വരികയില്ല. കർത്താവിന്റെ നാവായി തീരുക, കർത്താവിന്റെ ഇൻസ്ട്രുമെന്റായി മാറുക, കർത്താവിന്റെ സാന്നിധ്യം അധിവസിക്കുന്ന ഒരു ശുദ്ധ പാത്രമായി ഞാനും നിങ്ങൾ രൂപപ്പെടുക. എത്ര ഉന്നതമായ ശ്രേഷ്ഠമായ പദവിയും തെരഞ്ഞെടുപ്പുമാണിത്. ഹല്ലേലൂയാ. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എന്റെ സഹോദരങ്ങൾ, ഈ വചനം നിങ്ങൾ ഏത് ദേശത്തോ രാജ്യത്തോ നിങ്ങൾ ആയിരിക്കുന്ന ആ മണ്ഡലത്തിലിരുന്ന് കേൾക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം. എത്ര ഉന്നതമായ തെരഞ്ഞെടുപ്പാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിന് വേണ്ടി സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ ഉയർത്തുവാനായി നിയോഗം ലഭിച്ചവരാ നമ്മൾ അവന്റെ നാവാണ്. അവന്റെ നാവ് നമുക്കറിയാം. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ ഇപ്പോഴും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പാതുവാൽ വിശുദ്ധ അന്തോണീസിന്റെ നാവ് അഴുകിപ്പോയിട്ടില്ല. ദൈവമക്കളെ, കർത്താവിന്റെ നാവായി വിശുദ്ധ അന്തോണീസ് ജീവിച്ചു. ദൈവസ്തുതികൾ നിറഞ്ഞ ജീവിതം, അത് ദൈവശക്തിയുടെ പ്രകടനമായിരുന്നു, ദൈവാത്മാവിന്റെ അത്ഭുതമായിരുന്നു, ദൈവവചനത്തിന്റെ തീക്കാറ്റായിരുന്നു. പാതുവായിലെ വിശുദ്ധ അന്തോണീസ്, ഈ പുണ്യാത്മാവിന്റെ നാവ് ഇപ്പോഴും എത്രയോ നൂറ്റാണ്ടുകളായി, 700-800 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പെട്ടെന്ന് അഴുകിപ്പോകുന്ന അവയവമാണ് നാവ്. ഈ നാവ് അഴുകിയിട്ടില്ല. എന്താ ദൈവമക്കളെ? ഈ നാവിനെ കർത്താവിന്റെ പരിശുദ്ധിയിൽ സൂക്ഷിച്ചു. തന്റെ നാവിനെ ദൈവാത്മാവിന്റെ അഭിഷേകത്തിൽ കാത്തു. കർത്താവിന്റെ ജീവനുള്ള നാവായി ആ നാവ് പരിണമിച്ചപ്പോൾ സ്വർഗം നൽകുന്ന റിവാർഡ് മാന്യതയാണത്. നമ്മൾ തിരിച്ചറിയണം, കർത്താവിന്റെ നാവായി മാറുവാനുള്ള പദവി ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ഇതെത്ര ശ്രേഷ്ഠകരമാണ്, എത്ര ഉന്നതമാണ്. ജീസസ്, എന്താണ് കർത്താവിന്റെ നാവിന്റെ പ്രത്യേകത? യെശയ്യാ പ്രവചനം 30:27 പറയുന്നുണ്ട്, കർത്താവിന്റെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയാണ്. കൺസ്യൂമിങ് ഫയർ. ഏതിനെയും ദഹിപ്പിക്കുവാൻ അത്ഭുത ശക്തി കർത്താവിന്റെ നാവിനുണ്ട്. എത്ര കഠോരമായ കഠിനമായ അശുദ്ധികളാണെങ്കിലും, തിന്മയുടെ ബന്ധനങ്ങളാണെങ്കിലും, പൈശാചികാധിപത്യങ്ങളാണെങ്കിലും, നാരകീയ കെട്ടുപാടാണെങ്കിലും, അതിനെല്ലാം കരിച്ചു കളയുവാൻ, കത്തിച്ച് അതിനെ ചാരമാക്കി കളയുവാനുള്ള അത്ഭുത പവർ കർത്താവിന്റെ നാവിനുണ്ട്. കർത്താവ് സംസാരിക്കുമ്പോൾ പൈശാചിക കോട്ടകൾ തകരും. കർത്താവ് സംസാരിക്കുമ്പോൾ കഠിനപാപികൾ മാനസാന്തരപ്പെടും. കർത്താവ് സംസാരിക്കുമ്പോൾ തകർന്ന ജീവിതങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. കർത്താവ് സംസാരിക്കുമ്പോൾ ചലനമറ്റ ജീവിതങ്ങൾ ചലനങ്ങൾ പ്രാപിക്കും. അത്രയും പവറാ കർത്താവിന്റെ നാവിന്. ഈ നാവാകാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എത്ര അമൂല്യരാണ്. നമ്മളിത് തിരിച്ചറിയാം. ഈ പദവി ലഭിച്ചവരാണ് ഈ ചപ്പും ചവറും പറഞ്ഞ് 2 തിമോത്തി 2:26 പറയുന്നുണ്ട്, പിശാച് തന്റെ ഇഷ്ടനിർവഹണത്തിനായി നിങ്ങളിൽ ചിലർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സാത്താന്റെ ഏജന്റുമാരായി, പിശാചിന്റെ അരൂപികളായി പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ പരിണമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 12:15 നിർണായക വചനമാണ്. ഇന്ന് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ പൈശാചിക രൂപിയാണ്. അപവാദത്തിന്റെയും പരദൂഷണത്തിന്റെയും ഏഷണിയുടെയും കളവിന്റെയും ചതിയുടെയും കാപട്യത്തിന്റെയും അരൂപികളാണ് ഇന്ന് ലോകം മുഴുവനെയും നിയന്ത്രിക്കുന്നത്. വലിയ കാപട്യം ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ കാപട്യത്തിന്റെയും നുണയുടെയും ചതിയുടെയും വഞ്ചനയുടെയും പിടിയിലാണ് ദൈവമക്കളെ. നമുക്കറിയാം. വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ദിനംതോറും എന്താണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? നമ്മുടെ മനസാക്ഷി ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും? ദൈവത്തിന്റെ വചനം പറയാണ്, സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം പുറപ്പെടുവിച്ചു. സ്ത്രീ ഒഴുക്കിക്കളയുവാൻ.
തന്റെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ നദി, ഇത് അപവാദത്തിന്റെ നദിയാണ്. ഇത് പരദൂഷണത്തിന് ഏഷണിയുടെ നദിയാണ്. ഒരു പ്രളയം പോലെ ഇന്ന് പിശാച് ലോകം മുഴുവനിലും ഈ പരദൂഷണത്തിന്റെയും ഏഷണിയുടെയും ദുഷിപ്പ് വാക്കുകളുടെയും പരിഹാസങ്ങളുടെയും നിന്ന വചനങ്ങളുടെയും അരൂപിയെ കൊണ്ട് നിറച്ചിരിക്കുക. എത്ര ജീവിതങ്ങൾ തകർന്നു പോയിരിക്കുന്നത് ഈ മക്കളെ, എത്രയോ ജീവിതങ്ങൾ നശിച്ചുപോയി. അപവാദങ്ങൾ മൂലം, പരദൂഷണം മൂലം തകർന്ന. പ്രഭാഷകൻ 28:17-18 വചനം പറയുന്നുണ്ട്, വാൾത്തലയിൽ നശിച്ചു പോയവരെക്കാൾ എന്ന് പറഞ്ഞാൽ മഹായുദ്ധങ്ങളിൽ തകർന്നു പോയവരെക്കാളും എത്രയോ ഇരട്ടിയാണ് വാള് നാവ് കൊണ്ട് തകർക്കപ്പെട്ടവരെ, നാവ് മൂലം നശിച്ചു പോയവരെ, നാവ് മൂലം തകർന്നടിഞ്ഞ ജനകോടികളുണ്ട്. യുദ്ധങ്ങൾ മൂലം ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുക. യുദ്ധം മൂലം എത്രയോ ആയിരങ്ങൾ മരിക്കുന്നു. ഇതിനേക്കാൾ എത്ര ഇരട്ടിയാണ് നാവ് മൂലം ആത്മീയ മരണത്തിലും തകർച്ചയിലും നാശത്തിലും കലാശിക്കുന്ന ജീവിതങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കാൻ നമ്മൾ വളരെ ഉത്സാഹമുള്ളവരാണ്. നമ്മൾ അതിൽ അതീവ ശ്രദ്ധയുള്ളവരാകണം. ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കാൻ, കർത്താവിന്റെ അഭിഷേകത്തിൽ ദിനംതോറും വളരുവാൻ, കർത്താവിന്റെ സഭയിലും പൊതുസമൂഹത്തിലും അവന്റെ തീക്കാറ്റായി നമ്മൾ പ്രകാശിതരാകുവാൻ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അതീവ ജാഗ്രതയിലേക്ക് വരണം. നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്നതിൽ, നമ്മുടെ നാവിനെ നമ്മൾ വിനിയോഗം ചെയ്യുന്നതിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നാവ് മൂലം നമുക്ക് വരുന്ന തകർച്ച എന്നത് മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ ഭാഗം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-13 വചനം പറയുന്നുണ്ട്, പരദൂഷകരും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവരാണ്. അത്ര കഠിനമായ വചനമാണിതല്ലേ. പരദൂഷകരും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവര്. നോ ബ്ലെസ്സിങ്, നോ അനോയിന്റിങ്. കർത്താവിന്റെ സാന്നിധ്യമില്ല, കൃപയില്ല, അഭിഷേകമില്ല. വറ്റിവരണ്ട മരുഭൂമിക്ക് തുല്യമായ ജീവിതങ്ങളായി മാറ്റപ്പെടും. ദൈവാനുഗ്രഹം വറ്റിപ്പോകുന്ന ജീവിതങ്ങളായി. നമ്മുടെ കുടുംബങ്ങളിൽ പരദൂഷണം ഏഷണിയുണ്ടോ? നമ്മുടെ ജീവിതങ്ങളിൽ പരദൂഷണമുണ്ടോ? ഏഷണിയുണ്ടോ? ദുഷിപ്പ് വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടോ? മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, എന്റെ കുഞ്ഞുമക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ സമർപ്പിതരെ, വൈദികരെ, നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ജീവനുള്ള വചനം പറയാണ്, അവർ ശാപഗ്രസ്തരാണ്. കർത്താവിൽ നിന്നൊരു നന്മയും സ്വീകരിക്കാൻ പറ്റത്തില്ല. ശപിക്കപ്പെട്ടവർ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വർഗം നഷ്ടപ്പെടുകയാണ്. നമ്മൾ വ്യഭിചാരവും അബോർഷനും മാരകമായിട്ടുള്ള കൊടിയ നമ്മൾ കരുതുന്ന മറ്റ് കഠോരമായ പാപങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ സ്വർഗം നഷ്ടപ്പെടാൻ. സങ്കീർത്തനങ്ങൾ 15:1 പറയുന്നുണ്ട്, കർത്താവിന്റെ കൂടാരത്തിൽ ഭവനത്തിൽ ആര് വസിക്കും? സ്വർഗത്തിൽ ആരാണ് വസിക്കുക? സങ്കീർത്തനം 15:3 പറയാണ്, പരദൂഷണം പറയാത്തവനും ഏഷണി പറയാത്തവനും അയൽക്കാരനെതിരെ തിന്മ, തന്റെ സഹോദരങ്ങൾക്കെതിരെ തിന്മ പറയാത്തവരുമാണ് കർത്താവിന്റെ ഭവനത്തിൽ കൂടാരത്തിൽ വസിക്കുന്നവർ. സ്വർഗം നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. നമുക്ക് എത്ര കഠിനമായ അവസ്ഥ. നമ്മൾ ഈ തപസ് കാലത്ത് ചിന്തിക്കണം. നാവ് കൊണ്ട് എത്ര പേരെ തകർത്തു നമ്മള്. അപഖ്യാതികൾ പറഞ്ഞ, അപവാദങ്ങൾ പറഞ്ഞ്, സൽപ്പേര് കളങ്കപ്പെടുത്തി, പൊതുസമൂഹത്തിൽ അവർ ഇഴുത്തി കാണിച്ച്, ഇല്ലാ കഥകളൊക്കെ കെട്ടിച്ചമച്ച്, പലപ്പോഴും നമ്മുടെ നിക്കാക്കളിക്ക് വേണ്ടി നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി എത്രയോ ജീവിതങ്ങൾ നമ്മൾ നാവ് മൂലം തകർത്തിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ ആത്മശോധന ചെയ്യണം. സ്വർഗം നഷ്ടപ്പെടുകയാണ് നിനക്കും എനിക്കും. മൂന്നാമത് ശ്രദ്ധിക്കണം, നമ്മൾ കർത്താവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ട കൊടിയ തിന്മയാണിത്.
നമ്മുടെ കർത്താവ് പഠിപ്പിച്ച മത്തായിയുടെ സുവിശേഷം 12:36 നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥമായ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് പറയേണ്ടി വരും. കണക്ക് കൊടുക്കേണ്ട പാപമാണ് ദൈവമക്കളെ. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലൊരു ദിവസം ഞാനും നിങ്ങളും കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ്. ഇത് കെട്ടുകഥയല്ല, ഇതൊരു നിത്യ സത്യമാണ്. ഈ ഒരു വെളിപാട് നമ്മുടെ അകത്ത് പ്രകാശിച്ചാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും. നമുക്ക് ഈ വിധം ജീവിക്കാൻ പറ്റുകയില്ല. നമ്മൾ മാനസാന്തരത്തിന് ചേർന്ന ജീവിതം നടത്തും. കണക്ക് പറയേണ്ടി വരൂട്ടോ. നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും, ഓരോ വിലക്കെട്ട വാക്കിനും, ഓരോ പരദൂഷണ ഏശിനിക്കും, ദുഷിപ്പിനും, നിന്ദാവചനത്തിനും, അപവാദ അപഖ്യാതികൾക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. അക്കൗണ്ടബിൾ ആണത്. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം പറയാ, മത്തായിയുടെ സുവിശേഷം 5:22 പറയുന്നത്, നരകാഗ്നിക്ക് അർഹരായിത്തീരും. നീ നിന്റെ സഹോദരൻ നിന്ദിക്കുമ്പോൾ, നിന്റെ സഹോദരി സഹോദരങ്ങൾക്കെതിരെ നീ പരദൂഷണം ഏഷണിയും പറയുമ്പോൾ, നീ അവനെ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ, നീ അവനെ പരസ്യമായി നിന്ദിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, നീ നരകാഗ്നിക്ക് അർഹയായി തീരുമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സത്യവചനമാണിത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിൽ? ഈ വചനത്തെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിറയലോട് വേണം നമ്മൾ ഈ വചനങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഇതങ്ങ് അഴിച്ചുവിട്ട് എന്തും പറയാമെന്ന് നമ്മൾ വ്യാമോഹിക്കരുത്. നിന്റെ ജീവിതം പിശാച് നശിപ്പിച്ചു കളയും. നരകാഗ്നിക്ക് നമ്മൾ അർഹരായി തീരുന്നു. നരകാഗ്നിക്ക് അവസാനമായി അഭിഷേകം നഷ്ടപ്പെട്ട് ബന്ധനത്തിലാകും നമ്മള്. ഇത് എത്രയെത്ര ജീവിതങ്ങളുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നു, പക്ഷെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ അവർക്ക് ഒരു കൺട്രോളുമില്ല, ഒരു നിയന്ത്രണവുമില്ല. തോന്നിയതുപോലെ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു വിടാണ്. ഊഹാപോഹങ്ങൾ വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് കർത്താവ് തെരഞ്ഞെടുത്തവരെ പ്രതി, കർത്താവ് അഭിഷേകം ചെയ്തവരെ പ്രതി എന്തൊക്കെയാണ് ഇന്ന് അനേകർ പറഞ്ഞു വരുത്തുന്നത്. സത്യം തിരിച്ചറിയാതെ, യഥാർത്ഥ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ അറിയാതെ അവരും ഇവരും പറയുന്നത് കേട്ട് അതിന്റെ പുറകെ പോയി അതിങ്ങനെ അടിച്ചടിച്ച് വിടുകയാണ്. അറിയുന്നില്ല നീ അഭിഷേകം നഷ്ടപ്പെട്ട് നീ കെട്ടപ്പെട്ട ഒരു ജീവിതമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ് സഹോദരങ്ങളെ. യെശയ്യാ പ്രവചനം 28:22 നീ നിന്ദിക്കരുത്, നീ പരിഹസിക്കരുത്, നീ ഏഷണി പരദൂഷണം പറയരുത്. വചനം പറയാ, നീ നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. ശ്രദ്ധിച്ച വചനം. നീ മറ്റുള്ളവരെ പരിഹസിച്ചാൽ, ദുഷിച്ചു വാക്കുകൾ പറഞ്ഞാൽ, നീ അവരെ അപമാനിച്ചാൽ, നിന്ദാവചനങ്ങൾ മൂലം അവരെ ശതമേൽപ്പിച്ചാൽ, ദൈവത്തിന്റെ ജീവനുള്ള വചനം പറയുന്നു, നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും, നിന്റെ ജീവിതം കെട്ടപ്പെട്ടു പോകും. ദൈവമേ എത്ര ആഴത്തിൽ ചിന്തിക്കണം ഈ വചനങ്ങൾ. സഹോദരങ്ങളെ, നാവിനെ അന്തരവിശുദ്ധിയിൽ ജീവിക്കണം. എന്ത് വില കൊടുത്തും കർത്താവിന്റെ നാവായി ജീവിക്കുമെന്നുള്ള തീരുമാനം ഈ സമയം നമ്മളെ ഓരോരുത്തരും കർത്താവിന്റെ മുമ്പിൽ എടുത്തേ. ഞാൻ പഴയതുപോലെയല്ല, ഇനി ഞാൻ കർത്താവിന്റെ നാവായി കൃപയുടെ വചസ്സുകൾ, സ്നേഹത്തിന്റെ വചസ്സുകൾ, ജ്ഞാന വചസ്സുകൾ ഞാൻ പറയുന്നവളാകും. എൻ്റെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകും. ആത്മാവില്ലാത്ത, ദൈവത്തിന് റൂഹയില്ലാത്ത ഒരു സംസാരവും എനിക്ക് വേണ്ട. ഈ ഒരു തീരുമാനമെടുക്കും. എത്ര പേർക്ക് എടുക്കാൻ പറ്റും? അവരെ കർത്താവ് തൊടും. അവരുടെ മേൽ ദൈവത്തിന്റെ തീയിറങ്ങും. അവരെ പരിശുദ്ധാത്മാവ് കൂടുതൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ
സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ